ഇവിടെ നിന്നുള്ള ചില അമൂല്യ ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കൽ ഇറാന് സമ്മാനിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ റസ ലൈബ്രറിയുടെ കഥ പറയാം. ലൈബ്രറിയുടെ ഇത്രമേൽ പ്രൗഢമായ കെട്ടിടമോ അകത്തളങ്ങളോ മാത്രമല്ല, അത്യപൂർവമായ ഗ്രന്ഥശേഖരങ്ങൾ കൂടി റസ ലൈബ്രറിയുടെ പ്രത്യേകതയാണ്. സ്വർണ്ണമഷി ഉപയോഗിച്ച് പേർഷ്യൻ ഭാഷയിൽ എഴുതി തയ്യാറാക്കിയ 300 വർഷം പഴക്കമുള്ള രാമായണം ഇവിടെയുണ്ട്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യെഴുത്തു പ്രതി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ രണ്ടും ഇതേ രീതിയിലും പ്രത്യേകം പകർപ്പുകളാക്കിയും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. 2016 ഇറാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ നിന്നോരോ കോപ്പി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയിക്കും പ്രസിഡന്റ് ഹസൻ റുഹാനിക്കും സമ്മാനിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് രാംപൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. രാജാവ് നവാബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1774 ഇവിടം ഭരിച്ചിരുന്ന നവാബ് ഫൈദുല്ലാ ഖാനാണ് ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചത്. പിന്നീട് വന്ന നവാബുമാർ ലൈബ്രറി വിപുലപ്പെടുത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. ഇനി ലൈബ്രറി ഒന്ന് അകത്തു കയറി കാണാം. രാജകീയമായ ഈ ഇടനാഴിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് പ്രൗഢഗംഭീരമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നതയിലേക്കാണ്. കൂടെ വരും. 250 വർഷങ്ങൾ പഴക്കമുള്ള ഈ ലൈബ്രറിയിൽ 60,000-ലേറെ പുസ്തകങ്ങളുണ്ട്. കൂടാതെ 17,000 കയ്യെഴുത്തു പ്രതികളുണ്ട്. താളിയോലകളുടെയും പെയിൻറ്റിങ്ങുകളുടെയും ഇസ്ലാമിക് കാലിഗ്രഫികളുടെയും ഒരു അത്യപൂർവ ശേഖരം വേറെയുമുണ്ട്. ഇവിടെയൊന്ന് നോക്കൂ, എന്തു മനോഹരമല്ലേ! പുസ്തകങ്ങൾക്ക് അത് അർഹിക്കുന്ന പ്രൗഢിയോടെ ഗംഭീരമായി ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നവാബുമാർ അക്കാലത്ത് ഉപയോഗിച്ച വസ്തുക്കളും പാത്രങ്ങളും ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാംപൂരിലെ അവസാന നവാബ് റസ അലി ഖാൻ്റെ പേരിലാണ് ലൈബ്രറി ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മുടെ ആയുസ്സിനും ഈ ആയുസ് കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരങ്ങൾക്കും ചില പരിധികളുണ്ട്. എന്നാൽ ഒട്ടും പരിമിതികളില്ലാത്ത പുതിയ ലോകങ്ങളിലേക്ക് ഒരു സഹയാത്രികനായി പുസ്തകങ്ങൾ നമ്മെ നയിക്കുന്നു. വായന നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കേണ്ട ശീലവും സംസ്കാരവുമാണ്. വീണ്ടും കാണാം.